അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. മനുഷ്യനുള്ള കാലത്തോളം ഉണ്ട്. ഗുണങ്ങളായിക്കെ തന്നെ ഉമ്മമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നും കഥകൾ കേട്ട് ഉണ്ടോ ഉറങ്ങിയും വളരുന്ന ബാല്യം. അതാണ് നമ്മയെ ഓർക്കുന്നത്. എല്ലാ കഥകളിലും ഒരു ഗുണപാഠമുണ്ട്. ബദത് ഇതിഹാസം അണമൂബ് ആയിരങ്ങളുടെ മുങ്ങാം ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. ചിൽ 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 ഇരുസൈന്യവും തയ്യാറായി. ഇരുസൈനെന്ന് പറഞ്ഞ ഒരു വശത്ത് മുസ്ലിം സൈന്യവും മറുവശത്ത് അമുസ്ലിം സൈന്യവും. മുസ്ലിം സൈന്യത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്ത് ചെയ്തെന്നോ? അണികൾക്ക് ഉദ്ദേശം നൽകി അണികളുടെ സൊഫ് ശരിയാക്കി. അപ്പോൾ അണികളുടെ സൊഫ് ശരിയാക്കുന്ന സമയമായിരുന്നു അത്. എല്ലാവരും സൊഫ് ശരിയായി നിന്നു. പക്ഷേ ഒരാൾ മാത്രം സൊഫ് തെറ്റിച്ച് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. അപ്പോൾ കണ്ടതോ നമ്മുടെ സവാദുള്ളാഹ്. നബി എന്ത് ചെയ്തെന്നോ? വടിയെടുത്ത് സവാദുള്ളാഹിൻ്റെ ഉദരത്തിൽ ഒറ്റ തൊട്ട് സൊഫ് ശരിയാക്കാൻ കൽപ്പിച്ചു. സവാദുള്ളാഹു അല്പം വേദനിച്ചു. സവാദുള്ളാഹു സങ്കടത്തോടെ പറഞ്ഞു, അങ്ങനെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ട് തന്നെങ്കിൽ അങ്ങയോട് പ്രതികാരം ചെയ്യണം. എന്ത്? നബിയോട് പ്രതികാരം ചെയ്യാനോ? സഹാബികൾ ഉത്കണ്ഠരായി. അപ്പോൾ നമ്മുടെ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകളിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. സവാദുള്ളാഹു അപ്പോഴും പരാതി തന്നെ പരാതി. അങ്ങനെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ട് തന്നെങ്കിൽ അങ്ങേ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം. എന്ത്? നബിയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാനോ? സഹാബികൾ ഉത്കണ്ഠരായി. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കൈകളിൽ വാളിലേക്ക് ഉദിച്ചു. നമ്മുടെ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കി. ഇപ്പോൾ സവാദുള്ളാഹു സ്വയം പറഞ്ഞു, നാദാ, ഞാൻ എന്തൊരു ബാബിയാണ്, എന്നോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് തോന്നിയല്ലോ എന്ന് പറഞ്ഞ് ചുമ്മനത്തോടെ ചുമ്മനം. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് സവാദ് കാണിക്കുന്നത്? നബിയെ, അങ്ങ് എന്തും ചുംബിക്കാനോ മറ്റൊരു ഉപകാരം ചെയ്യാനോ എനിക്ക് അവസരം കിട്ടലില്ല. അതുകൊണ്ട് ചെയ്തതാ നബിയെ, എന്നോട് ഒരുക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദുള്ളാഹിൻ്റെ കൈകളിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഈ രംഗം കണ്ട് സഹാബികൾ ശാന്തരായി. നോക്കൂ കൂട്ടുകാരെ, സഹാബികൾ എത്രമാത്രം നബിയെ സ്നേഹിക്കുന്നു. അതുപോലെ നമ്മുടെ മുത്തനബിയെ നമുക്ക് സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.